നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് നീതിന്യായത്തിന്റെ മഹത് വാക്യമാണ്. ഫസൽ കേസിൽ കുറ്റം ചെയ്തവരെല്ലാം സമ്മതിച്ചിട്ടും ഇരകളെ വേട്ടയാടുന്നത് നീതിയോ? നീതി പരീക്ഷിക്കപ്പെടരുത്, നിയമം തോൽക്കുകയും അരുത്. സുബീഷിന്റെ കുറ്റസമ്മതമൊഴി മർദ്ദിച്ച് പറയിപ്പിച്ചതെന്ന് പറയുന്നവരോട് സംഘപരിവാർ പൊട്ടിത്തെറിയിൽ സുബീഷ് 2 വർഷം മുൻപും പിന്നീടും നേതാക്കളോട് നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ പൊതുസമൂഹം കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? വസ്തുതകൾ തേടുകയാണ്. നിയമതലത്തിലും രാഷ്ട്രീയമായുള്ള ചർച്ചകളുടെ വിശകലനങ്ങളിലേക്ക് കടക്കുന്നു ന്യൂസ് ആൻഡ് വ്യൂസ്. ഫസൽ വധക്കേസിൽ CBI തുടരന്വേഷണം നടത്തണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. ഫസൽ വധക്കേസിൽ തന്റെ കുറ്റസമ്മതമൊഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ 2 വർഷം മുൻപ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫി പരിശോധന നടത്തണമെന്നും P. ജയരാജൻ ആവശ്യപ്പെട്ടു. RSS നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബീഷ് പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴി നിഷേധിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറയുകയുണ്ടായി. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രതികരണം P. ജയരാജൻ കഴിഞ്ഞ ദിവസം സുബീഷ് നടത്തിയ കുറ്റസമ്മത നിഷേധത്തിന് ശേഷം ഇന്ന് ജില്ലാ സെക്രട്ടറി നടത്തിയ വാർത്തയെ മുൻനിർത്തിയുള്ള ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം CPIM നേതാവ് പ്രകാശൻ മാസ്റ്റർ, BJP നേതാവ് VV രാജേഷ്, സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം ജോർജ് ജോസഫ് തുടങ്ങിയവർ തത്സമയം പങ്കുചേരുന്നു. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അതായത് ഫസൽ വധക്കേസിൽ കാണാപ്പുറങ്ങൾ വിശാലമാണ്. നീതി നിഷേധത്തിന്റെ തെളിവുകളുടെ ഒക്കെ തന്നെ ഒരു പക്ഷേ പച്ചയായ രീതിയിൽ തമസ്കരിക്കുന്ന നിലപാടുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട്? സുബീഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കുറ്റസമ്മതമൊഴി നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. അതിനും അപ്പുറത്തേക്ക് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആവർത്തിച്ച് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട് ശ്രീ പ്രകാശൻ മാസ്റ്റർ? ഇവിടെ ഫസൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേസ് നേരത്തെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫസലിൻ്റെ പാർട്ടിയായ NDF തന്നെ പറഞ്ഞു വന്നിരുന്നത് RSSകാരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ്. എന്നാൽ CBIയുടെ കയ്യിലേക്ക് ഈ കേസ് വന്നപ്പോൾ വളരെ ബോധപൂർവം രാഷ്ട്രീയ താല്പര്യങ്ങളോടെ യാതൊരു ബന്ധവുമില്ലാത്ത CPM നേതാക്കന്മാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ കുറ്റപത്രം നൽകാൻ CBI മുന്നോട്ടേക്ക് വന്നു. ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം, ആ കേസിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ വളരെ വ്യക്തമായ നിലക്ക് പോലീസിന് മുമ്പിൽ ഒരു കുറ്റസമ്മത മൊഴി നടത്തിയിരിക്കുന്നു. ആ മൊഴിക്കകത്ത് വളരെ കൃത്യമായി പ്രതികൾ ആരാണ്, സംഭവം എങ്ങനെ ഉണ്ടായി എന്നെല്ലാമുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അസത്യമാണ് എന്ന് പറയുന്ന ആളുകൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. ഈ പോലീസിന് മുമ്പിലുള്ള കുറ്റസമ്മത മൊഴി വരുന്നതിനും ഏതാണ്ട് 2 വർഷക്കാലം മുമ്പ് സുബീഷ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി നടത്തിയിരിക്കുന്ന ഒരു സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ സത്താർ അത് കോടതി കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം അതുപോലെ ആവർത്തിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കേസ് വന്നതിന് ശേഷം ഈ കേസിനകത്ത് പ്രതിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഷിനോജ് പിന്നീട് ഈ കേസിനകത്ത് പ്രതിയാകാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഒളിവിൽ താമസിപ്പിക്കാൻ ആറ്റിങ്ങലുള്ള അവിടുത്തെ RSSൻ്റെ കാര്യാലയത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അന്ന് അവിടുത്തെ കാര്യവാഹായിരുന്ന വിഷ്ണു ഈ സംഭവം സംബന്ധിച്ച് വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണുവിനോടും ഈ കാര്യം താൻ ഈ കേസിനകത്ത് പ്രതിയാണ് എന്നും ആ കാര്യം സുബീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വളരെ വ്യക്തമായ നിലക്ക് വഞ്ചിയൂർ കോടതിയിൽ ഈ കാര്യങ്ങൾ സംബന്ധിക്കുന്ന സെക്ഷൻ 64 അനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ പറയുന്നത്, ഇവിടെ ഒരു കാരണവശാലും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടുകൂടാ. CPM നേതാക്കന്മാരായിട്ടുള്ള കാരായി രാജനും ചന്ദ്രശേഖരനും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4.5 വർഷക്കാലമായി, 1.5 വർഷക്കാലം ജയിലിലും 3 വർഷക്കാലമായിട്ട് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയാതെ എറണാകുളത്ത് നിൽക്കുകയാണ്. ഈ നിരപരാധികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ കേസിലെ യഥാർത്ഥ പ്രതി ആരാണ് എന്ന് അറിയുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സത്യം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി CBI സന്നദ്ധമാകണം. പക്ഷേ CBI സന്നദ്ധമാകുന്നില്ല. ഇവിടെ കുറ്റസമ്മത മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരുപാട് കേസുകളിൽ കുറ്റസമ്മത മൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രതിപ്പട്ടികയിൽ പേര് വന്നിട്ടുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ TK രജീഷിനെ പ്രതികർത്ത എങ്ങനെയാണ്? അദ്ദേഹം നടത്തിയിരിക്കുന്ന കുറ്റസമ്മത മൊഴിയുടെ മേലെയാണ്. തീർച്ചയായും അതാണ് ശ്രീ രാജേഷ്, അതാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇന്ന് P. ജയരാജനും പറയുന്നത്. അതായത് ഈ കേസിൽ വ്യക്തമായും അവർ അടിവരയിടുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലീസിന്റെ കുറ്റസമ്മത മൊഴിക്ക് നിയമസാധുത, നിയമപ്രാബല്യം അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ
എന്തുകൊണ്ട് ഒരു പക്ഷേ ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് മുൻപ് 2 വർഷം മുൻപ് വന്ന ഫോൺ സംഭാഷണമൊക്കെ അതിൻ്റെ സാധുത എന്തുകൊണ്ട് പരിശോധിക്കില്ല? അതെന്തുകൊണ്ട് നിങ്ങളടക്കം അല്ലെങ്കിൽ കാണാതെ പോകുന്നു? സംഘപരിവാറിൻ്റെ വ്യക്തമായ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് സുബീഷ് കേസ് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇന്നലെ ഈ കുറ്റസമ്മത മൊഴി പിൻവാങ്ങുന്നു. അതിൽ നിന്ന് എന്ത് പറഞ്ഞാൽ പോലും യാഥാർത്ഥ്യമായി നിൽക്കുന്നത് മുൻകാലങ്ങളിലെ ഇത്തരം ശബ്ദ സാമ്പിളുകൾ. അത് കാണാതെ പോകാൻ കഴിയുമോ ശ്രീ വി രാജേഷ്? അല്ല, എന്താണ് പ്രതീക്ഷ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നടക്കുന്നത്? CPM നേതാവ് ശ്രീ പ്രകാശൻ മാസ്റ്റർ അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ അന്വേഷണ ഏജൻസി ഒന്നും വേണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചർച്ചയിൽ വന്നിട്ട് ആദ്യം കേട്ടത് അദ്ദേഹം പറഞ്ഞത് CPMന് ഫസൽ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളുടെ പാർട്ടിയുടെ, അങ്ങയുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഫസൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് CPM പ്രവർത്തകരെ തലശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങ് പറയുന്നത് നിരപരാധികളായ CPM പ്രവർത്തകരെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്തെന്നാണോ അങ്ങ് പറയുന്നത്? മറ്റൊന്ന്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത മറിയുമ്മ, ഫസലിൻ്റെ ഭാര്യ മറിയുമ്മ കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്, അങ്ങയുടെ ഉൾപ്പെടെ പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ്, കേന്ദ്രത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോൾ അവർ നിയന്ത്രിച്ചിരുന്ന CBI ആണ് കാരായ രാജനെയും കാരായ ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കിയിട്ടുള്ളത്. ഇവിടെ ഒന്നും തന്നെ അല്ല. പ്രകാശ് മാഷ് പറഞ്ഞപ്പോൾ പ്രതീക്ഷ ഒരിക്കലും ഇടപെടേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് അവിടെ ക്രോസ് ചെയ്യാമായിരുന്നു. അവിടെയും അദ്ദേഹവും സംസാരിക്കുമ്പോൾ താങ്കൾ ക്രോസ് ചെയ്യാമായിരുന്നു. താങ്കൾ തോന്നിയില്ല. ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണ് താങ്കൾ ക്രോസ് ചെയ്യണമെന്ന് തോന്നുന്നത്. അതിൽ വിയോജിപ്പായിട്ട് ഒരു പക്ഷേ മാധ്യമങ്ങൾ എഴുതി ഇന്നലെ സുബീഷ് അത് ജനമധ്യത്തിലേക്ക് സുബീഷിന്റെ പ്രസ്താവന വരുമ്പോൾ അതിനുശേഷം തീർന്നിട്ട് അങ്ങേക്ക് ക്രോസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് രണ്ടും നടന്നത് BJP ഭരണത്തിൻ്റെ 7 ഏലത്തോ ഉള്ളപ്പോഴല്ല. ഞങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഭരണമാണ്, ഞങ്ങൾ ഇപ്പോഴും അതിന് ശ്രമിക്കുന്നില്ല. അന്ന് പ്രതിയായവർ മാത്രമാണ് ഇപ്പോഴത്തെയും പ്രതി. ഇനി താങ്കൾ പറയുന്നതനുസരിച്ച് കുറേ കഥകൾ ഇവിടെ താങ്കൾ നിരത്തി. അവിടെ അത് പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു, അമ്മ മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ അങ്ങയുടെയും അങ്ങയുടെ പാർട്ടിയുടെയും കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരും തടയുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ എല്ലാ കേസും കോടതിയുടെ പരിഗണനയല്ലോ ആണല്ലോ. ഈ തെളിവുകളൊക്കെ തന്നെ കൊണ്ടുചെന്ന് കോടതിയുടെ മുമ്പാകെ കൊടുത്തിട്ട് കോടതിയോട് പറയൂ ഇതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി. വി ഹാവ് നോ ഒബ്ജക്ഷൻ. ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ TK രജീഷിനെ പിടിച്ചപ്പോഴേക്കും KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയതിൽ അദ്ദേഹത്തിനും അയാൾക്കും പങ്കുണ്ടെന്നുള്ള മൊഴി പുറത്തു വന്നല്ലോ. ആ മൊഴി എന്തേ താഴ്ത്തി കളഞ്ഞത്? അന്ന് BJP അല്ലല്ലോ കേരളം ഭരിച്ചിരുന്നത്, അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന പോലീസാണല്ലോ ആ മൊഴി എടുത്തത്. എവിടെ പോയി പുനരന്വേഷണത്തിന് ആ മൊഴി? അതെടുത്തില്ലല്ലോ. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ ചർച്ച ചെയ്യണം. ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഈ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ തന്നെ കോടതിയിലെ കൊണ്ട് കൊടുത്തു. ഇപ്പൊ എന്താ CPM ചെയ്യുന്നത്? രാജേഷ്, ഒരു കാര്യം കൂടി, കാരണം ഈ മക്ക മസ്ജിദും അല്ലെങ്കിൽ അജ്മീർ ദർഗാ കേസുകളിലൊക്കെ കണ്ട കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ട് ആദ്യം അത് മുസ്ലിം യുവാക്കളിലേക്ക് പോകുന്നു, പിന്നീട് RSകാർ പ്രതികളാവുന്നു. അപ്പോൾ കേസിന്റെ ആദ്യഘട്ടത്തിൽ നിന്നും പിന്നീടുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ തെളിവുകളാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ ഈ തെളിവുകൾ അവർക്ക് CBI കോടതിയുടെ മുമ്പാകെ ഹൈക്കോടതി മുമ്പാകെ കൊടുത്തിട്ട് പറയാം. അഡീഷണൽ എവിഡൻസ് ഇപ്പോൾ കിട്ടി, പോലീസിനാണ് കിട്ടിയത്. CBIയോട് അല്ലെങ്കിൽ CBI അന്വേഷണ ഏജൻസി ആണല്ലോ, CBIക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ. അങ്ങനെ പോലീസിന് ഒരു പക്ഷേ പിഴവ് പറ്റി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ പിഴവ് തിരുത്താനാണല്ലോ ഇവിടുത്തെ CBI ഉള്ളത്. ഒരു കാര്യം ചെയ്യട്ടെ, ഇവരുടെ കയ്യിലുള്ള സോളിഡ് എവിഡൻസ്, ഇവർ പറയുന്ന പ്രൂഫ് CRPCയിൽ അതിന് വകുപ്പുണ്ട്. പ്രതീക്ഷ ഇവര് കൊണ്ട് ചെന്നിട്ട് അന്വേഷണ ഏജൻസി മുമ്പാകെ കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുക്കട്ടെ. CBIയുടെ മുമ്പാകെ കൊടുക്കാൻ പറ്റും, കൊടുക്കട്ടെ. അതർവൈസ് അവർക്ക് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാല്ലേ, കോടതി തീരുമാനം എടുക്കട്ടെ. ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഇവർക്കറിയാം ഈ കേസിൽ ഒരു പക്ഷേ കാരായ രാജനും കാരായ ചന്ദ്രശേഖരനും ശിക്ഷ കിട്ടുമെന്ന് ഇവർക്കറിയാം. അങ്ങനെ പ്രസ്യൂം ചെയ്യുക. ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയുടെ അടിത്തറയിളകും. അതുകൊണ്ട് ട്രയൽ കോർട്ടിൽ ശിക്ഷ കിട്ടിയാലും ഒരു കൺഫ്യൂഷൻ ജഡ്ജിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിടുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാക്കുക, നിയമതലത്തിൽ ഉണ്ടാക്കാനാണോ നിങ്ങൾ? പ്രകാശൻ മാസ്റ്റർ, വി രാജേഷിന്റെ പ്രസ്താവനയോട് ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക അന്വേഷണം നടത്തുന്നത് കോടതിയാണെന്നാണ്. അന്വേഷണം എന്ന് പറയുന്നത് കോടതി നടത്തുന്നതല്ല, അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് കോടതി ഉന്നയിച്ചല്ലോ. കോടതിക്ക് മുമ്പാകെ തെളിവുകൾ കൊടുത്തപ്പോൾ കോടതി CBIയോട് ചോദിച്ചു ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കണം. എന്താ കോടതിയുടെ നിലപാട്, CBIയുടെ നിലപാട്? CBI പറയുന്നത് ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒന്നാണ്.
ഇത് വസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കണ്ടെത്തുന്നത്. ഇവിടെ ഈ അന്വേഷണ ഏജൻസി ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യൂ, ആ ഒരു ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ നിങ്ങൾക്ക് തെളിവുകൾ അഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏജൻസിയുടെ അന്വേഷണം തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കേസ് ഒരു കോടതിയിലുണ്ടാവും. അതിന്റെ FIR അതിന്റെ പ്രൊസീജിയറൊക്കെ ഒരു കോടതിയിലായിരിക്കും നടക്കുന്നത്. നിങ്ങൾ കൊടുക്കൂ. ഈ പറയുന്ന കുറ്റസമ്മത മൊഴിയും അതാ കൊടുത്തിട്ടുണ്ട്. കുറ്റസമ്മത മൊഴിയും അതുപോലെ തന്നെ സുബീഷ് നടത്തിയിരിക്കുന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖയും രണ്ടും കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്വേഷിക്കട്ടെ. ഒരു സ്വാഭാവിക സംശയം ചോദിക്കട്ടെ. ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉണ്ട്, മുതിർന്ന അഭിഭാഷകനാണ്, ഇവിടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രതി ഒരു കുറ്റസമ്മത മൊഴി കൊടുക്കുമ്പോൾ ആ കുറ്റസമ്മത മൊഴി ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള പ്രാക്ടീസ് സാധാരണ ഉപയോഗിക്കുന്നത് റിക്കവറിക്കാണ്. 27 റിക്കവറിക്ക് പ്രതി പറയുന്നു ഞാൻ ഇന്ന കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഇന്ന സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ആ കുറ്റസമ്മതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതി ആനയിച്ച വഴിയെ നടന്നുപോയി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടെടുക്കുന്നു. ഞാൻ പറയട്ടെ, കോടതിയിൽ പറയുമ്പോൾ കോടതിയിൽ കേസ് ബാധിക്കുമ്പോൾ ഈ വരികളാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ സാർ, അല്ലല്ല, ഇതിന് മാത്രമാണ് എവിഡൻഷ്യറി വാല്യൂ. ഒരു എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്ത പോലീസ് കസ്റ്റഡി വെച്ചെടുത്ത ഒരു മൊഴി ഏത് വിവരാവകാശ പ്രകാരമാണ് പുറത്തു കിട്ടിയത്? അതിനെന്താ വാലിഡിറ്റി? ആ മൊഴി എടുത്ത് വെച്ച് കുറെ ദിവസങ്ങൾ മാധ്യമങ്ങളെ സ്വാധീനിച്ച് ഒരു ചർച്ച നടത്തി ട്രയൽ നടത്തുന്ന ജഡ്ജിയുടെയും അപ്പീൽ നടത്തുന്ന ജഡ്ജിയുടെയും മനസ്സിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് ശ്രീ പ്രകാശ് മാസ്റ്റർ വ്യക്തമായി ചോദിച്ചോളൂ. ശ്രീ രാജേഷ് പറയാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സുബീഷ് തന്നെ ഇന്നലെ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണവും നേരിടാൻ ഞങ്ങൾ സന്നദ്ധമാണ്. കുറ്റസമ്മത മൊഴിയിൽ നേരത്തെ CBI ഉണ്ടാക്കിയ കഥയ്ക്ക് വ്യത്യസ്തമായിട്ടൊരു കഥ വന്നിരിക്കുന്നു. അവരും ആവശ്യപ്പെടുന്നത് ഇത് അന്വേഷിക്കണമെന്നാണ്. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ കൂട്ടാക്കുന്നില്ല? ഇപ്പൊ നേരത്തെ കുറ്റസമ്മത മൊഴി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചന്ദ്രശേഖരൻ കേസിനകത്ത് രജീഷിന്റെ കുറ്റസമ്മത മൊഴി അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം നടന്നല്ലോ. എന്തുകൊണ്ട് CBI നിങ്ങൾ പറയേണ്ട ഉത്തരം എന്തുകൊണ്ട് ഇത്ര വ്യക്തമായ നിലക്കുള്ള തെളിവുകൾ ഉണ്ടായിട്ട് ഈ കേസ് പുനരന്വേഷണം നടത്തില്ല എന്ന നിലപാട് CBI എടുക്കുന്നു? സത്യം പുറത്തു വരാണല്ലോ വേണ്ടത്. ആരാണ് കുറ്റവാളി എന്ന് മനസ്സിലാക്കിയല്ലേ വേണ്ടത്? അതായത് ഇത്രയും എവിഡൻസുകൾ എനിക്ക് ചോദ്യം മനസ്സിലായി. അദ്ദേഹം നിർത്തട്ടെ. ആ ചോദ്യത്തിന് സ്പെസിഫിക് മറുപടി. സുബീഷ് പറയുന്നു, ഞങ്ങളുടെ സംഘടന പറയുന്നു, BJPയുടെ പ്രവർത്തനം എന്നുള്ള ഞാൻ പറയുന്നു, ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ ചോദ്യം എന്തുകൊണ്ട് CBI ഒബ്ജക്ട് ചെയ്യുന്നു? CBI ഒരു അന്വേഷണ ഏജൻസിയാണ്. CBIയോട് നാളെ BJP നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം. ഞങ്ങൾ പറയില്ല, ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, ഗവൺമെന്റും പറയില്ല. CBI എന്നുള്ള ഏജൻസി, ഒരു പക്ഷേ ഞാൻ ഊഹിക്കുന്നത് CBI എന്നുള്ള ഏജൻസിക്ക് അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർ നടത്തിയത് സത്യസന്ധമായ അന്വേഷണമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവർ അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി ഒബ്ജക്ട് ചെയ്യും. അത് അവരുടെ അവകാശമാണ്, അത് അധികാരമാണ്. നിങ്ങൾ മിടുക്കരായ അഭിഭാഷകർ കൗണ്ടർ ചെയ്തോളൂ. ഈ ചർച്ചകളിലൂടെ ഇതിന്റെ പിന്നിൽ വ്യക്തമായ എന്തൊക്കെയോ ഇരുണ്ടുകൂടലുണ്ട് എന്ന് ബോധ്യപ്പെടുക. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ചോദ്യം ഒരുപക്ഷെ CBI വ്യക്തമായും CBIക്ക് മുന്നിലേക്ക് ഇത്തരം ഫാക്ടുകൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടത്തിയ സംഭാഷണങ്ങൾ, അതിനുശേഷം ഷിനോജ് കേസുമായി പങ്കാളിത്തമുള്ള ഷിനോജ്, പ്രബീഷിന്റെ അടക്കമുള്ള മൊഴികളുണ്ട്. പ്രബീഷിന്റെ അച്ഛനും അമ്മയും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പലരെയും പോയി ഈ മാപ്പപേക്ഷിച്ച് പോയ സാഹചര്യം, ഇങ്ങനെ തെളിവുകളുടെ ഒരു കൂട്ടം മുന്നോട്ട് വെച്ച് ഇവർ അടിവരയിടുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ CBI രണ്ടുപേരും പറയുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോഴും CBI ഇതിൽ സമ്മതമില്ലാതെ മാറി നിൽക്കുന്നു. ഇതിലെ ഒരു നിയമതലത്തിൽ നോക്കുമ്പോഴുള്ള അസ്വാഭാവികത താങ്കൾ ഇക്കാര്യത്തിൽ കാണുന്നുണ്ടോ? CBI ശരിക്കും ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കണം എടുക്കേണ്ടത്, ഇനിയും എടുക്കേണ്ടത്? നല്ല സത്യസന്ധവും വിശ്വാസ്യതയുള്ളതുമായ നിലപാട് എടുക്കുന്നതിന് CBI ബാധ്യസ്ഥമാണ്. ഇവിടെ UPAയുടെ CBI, BJPയുടെ CBI അങ്ങനെ ഞാൻ വേർതിരിച്ച് കാണേണ്ട വിഷയമല്ല ഇത്. വളരെ പ്രസിദ്ധമായ, വളരെ വിവാദമുണ്ടാക്കിയ ഒരു കേസാണിത്. അത് CBI അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. CBI അത് അന്വേഷിച്ചു, പ്രതികളെ അറസ്റ്റ് ചെയ്തു, കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. വിചാരണ തുടങ്ങിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന് തെളിവുകളുടെ ഒരു കോടതിയിൽ സ്വീകാര്യമായ ഒരു തെളിവേ അല്ല. അതിന് സെക്ഷൻ 27 റിക്കവറി അതിന് പരിമിതമായ പ്രാധാന്യം മാത്രമാണ് അതിനൊക്കെ ഉള്ളത്. പക്ഷേ ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു. ആ വെളിപ്പെടുത്തലുണ്ടായത് ഇന്നലെ ഉണ്ടായതല്ല, 2 വർഷം മുമ്പുണ്ടായതും കോടതിയെ അറിയിച്ചതുമായ കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം എന്ന് വളരെ ശക്തമായ രീതിയിലൊരു ആവശ്യം ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ പല ചാനലുകളിലും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ശക്തമായൊരു ആവശ്യം ഉയരുമ്പോൾ CBI അതിനോട് മുഖം ധരിക്കുന്നത് എന്തുകൊണ്ട് CBIക്ക് അക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൂടാ? കാരണം നമുക്കെല്ലാം CBI ഉൾപ്പെടെ നമ്മുടെ എല്ലാം ആവശ്യം സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരാൾ മരിച്ചു എന്നുള്ളത് ശരിയാണ്, കൊല്ലപ്പെട്ടതാണ്. അയാളെ കൊന്നത് ആര്? അയാളെ കണ്ടെത്തുക എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം, താല്പര്യം. അങ്ങനെയാണെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നതിന് CBI എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? ആ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ തന്നെ പറയുന്നല്ലോ അന്വേഷിക്കട്ടെ, നമ്മളും പറയുന്നു അന്വേഷിക്കട്ടെ, ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടത്തുന്നതിന് നിയമപരമായ തടസ്സമില്ല എന്നിരിക്കെ എന്തുകൊണ്ട് CBI ഒരു പിടിവാശി എന്ന പോലെ തങ്ങൾ പിടിച്ച ആൾ തന്നെയാണ് കുറ്റക്കാരൻ, അതിനപ്പുറത്തൊരു പ്രതിയില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ഈ ചർച്ചകളിലേക്ക് ഉയർന്നു വരുന്നത്. യെസ്, തീർച്ചയായും മടങ്ങിയെത്ത ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത സമർത്ഥനായ പോലീസ് ഓഫീസറായിട്ടാണ് എല്ലാവരും സമ്മതിക്കുന്നത്. ഈ കേസുകളിലൊക്കെ താങ്കൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളൊക്കെ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ എവിഡൻസോട് കൂടിയ ഒരു പക്ഷേ പല അഭിപ്രായങ്ങൾ വരുന്നു, വെളിപ്പെടുത്തലുകൾ വരുന്നു, ശബ്ദ സാമ്പിളുകൾ വരുന്നു. അപ്പോഴൊക്കെ ഇത്രയും കാര്യങ്ങൾ അത് CBI ഒരു കേസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ദിശയിലാണ് മറുവശത്തേക്ക് ഇങ്ങനെ വന്നു കുമിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ബാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴും നടത്തുന്ന അന്വേഷണ ഏജൻസിക്കില്ലേ? എങ്ങനെയാണ് താങ്കൾ ഈ ഘടകങ്ങളെ വേർതിരിച്ച് കാണുന്നത്? ശ്രീ ജോർജ് ജോസഫ്. ഇതിനകത്ത് നമ്മൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിയമപരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഈ ഒരു കുറ്റസമ്മത മൊഴി ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ട്. ഒരു കേസിൻ്റെ ഒരു അന്വേഷണം 154 CRPC വെച്ച് തുടങ്ങി 171 CRPC വരെ വരുമ്പോഴാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതി ചാർജ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഈ ലോക്കൽ പോലീസ് കൊടുത്ത അന്വേഷണം അല്ലെങ്കിൽ അവരുടെ അന്വേഷണം CBI ഏറ്റെടുത്തിട്ട് അവരാണ് ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു കൺഫഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ കൺഫഷനല്ല, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷനാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് 171(8) പ്രകാരം മാത്രമേ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അധികാരമുള്ളൂ. അതിനകത്ത് കോടതി കൊണ്ടുപോയി ഈ കൺഫഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ടായാലും കോടതി അതിനകത്ത് അതിന് ഒരു വീക്ക് എവിഡൻസ് ആയിട്ടാണ് സുപ്രീം കോടതി അതിൻ്റെ അകത്ത് പറയുന്നത്. ഈ കൺഫഷൻ എന്ന് പറഞ്ഞാൽ വീക്കർ എവിഡൻസ് ആണ്. അപ്പം കോടതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഒരു 171(8) അനുസരിച്ച് CBIയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, CBI പോയ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ചാർജ് കൊടുത്ത ഉദ്യോഗസ്ഥന് മാത്രമേ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അവകാശമുള്ളൂ. അതായത് ഞാൻ ആ ഒരു അവകാശം ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ ബാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല, അത് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ വിനിയോഗിക്കേണ്ടത് ആരാണ്? കാരണം ഇത്രയും കേസുകൾ ലോക്കൽ പോലീസ് ഒരു പക്ഷേ പല അഭിപ്രായങ്ങൾ വരികയാണല്ലോ ശ്രീ ജോർജ് ജോസഫ്. കാരണം നമ്മുടെ ഈ സമർത്ഥമായ വാചകം, നീതിന്യായ വ്യവസ്ഥയുടെ വാചകം പോലും ഒരു പക്ഷേ നമ്മൾ പറയാറുള്ള, വളരെ ശ്രേഷ്ഠമായി പറയാറുള്ള ആ വാചകത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കിയാൽ വ്യക്തത വരുത്തേണ്ട ബാധ്യത ഇത്തരം സംഭവ വികാസങ്ങൾ. കാരണം ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ അതിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വേർതിരിച്ച് ഘടകങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൽ വ്യക്തത വരുത്താനുള്ള ബാധ്യത ഈ അന്വേഷണ ഏജൻസിക്ക് ഉണ്ടോ ഇല്ലയോ? അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിഷനാണെന്നാണ് ഞാൻ പറയണേ. ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിനകത്ത് കഴമ്പുണ്ടെന്ന് തോന്നിയാൽ ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കോടതിക്ക് കൊടുത്തിട്ട് കോടതി അതിനകത്ത് കോടതി ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യില്ല. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അതിനകത്ത് ഒരു റോളില്ല. ഒരു റീഇൻവെസ്റ്റിഗേഷന് മാത്രമേ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ അധികാരമുള്ളൂ. ആ ലോവർ കോടതിക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷന് അധികാരമില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇവർ സമീപിക്കട്ടെ, ഈ ഒരു സാധനം ഒഫീഷ്യലായിട്ട് കൊടുക്കട്ടെ. ആ അന്വേഷണ ഉദ്യോഗസ്ഥനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് നോക്കിയിട്ട് കോടതി കൊടുക്കാം. കോടതിയിൽ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോടതി പരിശോധിക്കുന്ന തെളിവ് മാത്രമേ പരിശോധിക്കുകയുള്ളൂ. അല്ല, CBI ഇക്കാര്യത്തിൽ അല്ല, ഈ ശ്രീ പ്രകാശം മാസ്റ്റർ ഇക്കാര്യത്തിൽ CBIയെ സമീപിക്കുമ്പോഴൊക്കെയുള്ള നിലപാട് ശ്രീ പ്രകാശം മാസ്റ്റർ പറഞ്ഞോളൂ. CBIക്ക് ഈ കാര്യം നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഫസലിന്റെ സഹോദരൻ അബ്ദുൽ സത്താറും അബ്ദുറഹ്മാനും അവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴുള്ള അന്വേഷണം ശരിക്കല്ല പോകുന്നത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാനല്ല അന്വേഷണം സഹായകമാവുക.
ഇന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് CBIയോട് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന നിലപാട് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള തെളിവുകളാണ് എന്നാണ്. ഈ കേസ് ഈ പറയുന്ന തെളിവുകൾ അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ലെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് CBI യഥാർത്ഥത്തിൽ രാഷ്ട്രീയ താല്പര്യത്തോടെ ഈ കേസ് സമീപിക്കുന്ന ഒരു നിലപാടാണുള്ളത്. കുറ്റവാളികളെ യഥാർത്ഥമായി കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമല്ല CBI കൈകാര്യം ചെയ്യുന്നത്. അവർ നിശ്ചയിച്ച കുറ്റവാളികളുടെ കയ്യിലേക്ക് ആ കുറ്റം ചാർത്തിയെടുക്കാൻ വേണ്ടി പറ്റാവുന്ന നിലപാടാണ് CBI സ്വീകരിക്കുന്നത്. ഇത് CBIയുടെ കള്ളക്കളിയാണ്. ഇതിൽ നിലവിലുള്ള ഗവൺമെന്റിന്റെ സമ്മർദ്ദം ഉൾപ്പെടെ പങ്കുവഹിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ടാണ് കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. അല്ല, ആദ്യമായി കോടതിയിൽ പോയതല്ല. അബ്ദുൾ സത്താർ കോടതിയിലേക്ക് പോകുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് വന്നുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ കോടതിയിലേക്ക് വന്നപ്പോൾ കോടതി CBI അഭിഭാഷകരോട് ചോദിക്കുന്നുണ്ട്, ഈ കാര്യം സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട്? അവിടെയും അവർ എടുക്കുന്ന ഒരു സമീപനം ഒരു കാരണവശാലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് നീതി നിഷേധമാണ്. യഥാർത്ഥ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല. ഇത് സത്യത്തെ ഒളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. രാജേഷ് അതാണ് ചോദിക്കുന്നത്. അതായത് ശ്രീ രാജേഷ് ഇവിടെ കാരണം പോലീസിന്റെ ഭാഗത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് മർദ്ദിച്ചു എന്ന തലത്തിലേക്ക് കഴിഞ്ഞ ദിവസം സുബീഷ് വരുന്നുണ്ടെങ്കിൽ അവർ മറിച്ച് CPIM പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ ചോദിക്കുന്നത് RSSന്റെ ഭീഷണി മൂലം അല്ലെങ്കിൽ ഇടപെടൽ മൂലം എന്ന തലത്തിലേക്ക് കൂടി വരുന്നുണ്ട് ചർച്ചകൾ. അല്ല, RSSന്റെ ഇടപെടൽ മൂലം എന്നുള്ള ചർച്ച 1940 മുതൽ തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടും, ഇനി ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇടപെടൽ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അല്ല, എല്ലാ ദിവസവും RSSന്റെ ഇടപെടൽ സമൂഹത്തിലുണ്ടാവും, പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അല്ല, സുബീഷിന്റെ ഈ കുറ്റസമ്മത മൊഴി നിഷേധത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആരാ പത്രസമ്മേളനം നടത്തിയത്? അതെ, ഇന്നലെ സുബീഷിന്റെ അഭിഭാഷകനും ആണല്ലോ, വളരെ വ്യക്തമായിട്ടാണല്ലോ. എല്ലാ പത്രപ്രവർത്തകർക്കും അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ BJP പ്രതിരോധത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പത്രങ്ങൾ എഴുതുമ്പോൾ, കഴിഞ്ഞ ദിവസം പത്രങ്ങളടക്കം ഫ്രണ്ട് പേജിൽ ഇക്കാര്യം എഴുതുമ്പോൾ, കാരണം RSS പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ BJP പ്രതിരോധം എത്തുന്ന ഘട്ടത്തിലാണോ നിങ്ങൾ എന്ന ചോദ്യം ഞാനല്ല ചോദിക്കുന്നത്, ശ്രീ പ്രകാശ് ശ്രീ P ജയരാജനുമാണ് ചോദ്യം. ഞങ്ങൾ വെല്ലുവിളി നേരിടേണ്ടി വന്ന ഒരുപാട് ഘട്ടങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിലെ ഏറ്റവും വലിയ സംഘടനാ ആകുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകും. വെല്ലുവിളിയെ അതിജീവിച്ചിട്ടുണ്ട്. കാരായ രാജനും കാരായ ചന്ദ്രശേഖരനും പ്രതിയായതിൽ പ്രതിരോധം അനുഭവിക്കുന്ന ഞങ്ങളല്ല, CPM ആണ്. മാഷ അള്ളാന്ന് എഴുതി വെച്ചുകൊണ്ട് CP ചന്ദ്രശേഖരനെ കൊല്ലപ്പെടുത്താൻ നോക്കിയ ബുദ്ധിയാണല്ലോ പ്രകാശൻ മാഷ, കുഞ്ഞനന്തൻ്റെ ബുദ്ധിയാണല്ലോ. ആ ബുദ്ധിയെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ പറയാം. ഇപ്പോൾ പ്രകാശൻ മാഷ് ആദ്യം പറഞ്ഞത് എന്താണ് ഏറ്റവും രസകരമായ വാദ്യം? NDF-കാർ പറഞ്ഞു RSS-കാരാണ് കൊന്നതെന്ന്. ഒരു കാര്യം ചെയ്യും, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും NDF ആണ് ഇവിടുത്തെ പോലീസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും NDF-കാർ പറഞ്ഞ് ഒരുത്തർ ചെയ്യാത്തത്. ഒരു അബ്ദുൾ റഹ്മാൻ്റെ കാര്യം പറഞ്ഞു. ഈ അബ്ദുൾ റഹ്മാൻ ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നേരത്തെ ചോദിച്ചു, ഫസൽ കൊല്ലപ്പെട്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ അബ്ദുൾ റഹ്മാൻ എവിടെയായിരുന്നു? അബ്ദുൾ റഹ്മാൻ എന്നുള്ള NDF-കാരൻ CPM-നോടൊപ്പമായിരുന്നു. അതുകൊണ്ട് അബ്ദുൾ റഹ്മാൻ്റെ നിലപാടിൽ സംശയം തോന്നിയിട്ടാണ് മറിയുമ്മ ഫയൽ ചെയ്ത് CBIക്ക് വേണ്ടി അന്വേഷണത്തിന് വേണ്ടി. അബ്ദുൾ റഹ്മാൻ അന്നും ഇന്നും ഒക്കെ തന്നെ നിങ്ങളുടെ കൊട്ടയിലായിരുന്നു. അബ്ദുൾ റഹ്മാനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറിയുമ്മയ്ക്ക് വേറെ കല്യാണം കഴിഞ്ഞു, ഞാൻ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ മറിയുമ്മ വിവാഹം കഴിഞ്ഞ് പോയ സാഹചര്യം നോക്കിയാണ് വീണ്ടും നിങ്ങൾ അബ്ദുൾ റഹ്മാനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന പകല് CPM-ഉം രാത്രി NDF-ഉമായിട്ടുള്ള ഈ വ്യക്തിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഫസലിൻ്റെ ഭാര്യ നേരിട്ട് ഹൈക്കോടതിയിൽ പോയത്. അതങ്ങ് മറക്കരുത്. ഇനി വേറൊരു കാര്യം, അങ്ങ് ഇപ്പോൾ പറയുന്നു CBIയുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്താൽ CBI അന്വേഷിക്കുകയില്ല എന്നൊക്കെ. ഇവിടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. CBIയിൽ ഞങ്ങൾ കൊടുത്തു, CBI അന്വേഷിക്കുന്നില്ല, ആ ഉദ്യോഗസ്ഥൻ ബയാസ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് പെൻഡിങ്ങുള്ള കോടതി മുമ്പാകങ്ങൾ വയ്ക്കോളൂ, ഞങ്ങൾക്കൊരു ഒബ്ജക്ഷനും ഇല്ല. ആ കോടതിയുടെ പ്രഗത്ഭനായ ജഡ്ജി തീരുമാനിക്കട്ടെ. ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ശ്രീ പ്രകാശം മാസ്റ്റർ ഇക്കാര്യങ്ങളിൽ ഇനി ഇത്രയും കാരണം പല കേസുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കേസിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നതിൽ എന്തെങ്കിലും ഒക്കെ യാഥാർത്ഥ്യം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതിൽ നിയമപരമായ പിശകുണ്ട് എന്ന ശ്രീ പ്രകാശം മാസ്റ്റർ, ഈ അബ്ദുറഹ്മാനും അബ്ദുൾ സത്താറും ഫസലിന്റെ സഹോദരന്മാരാണ്. ആ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു കേസിനകത്ത് നിലവിലുള്ള പ്രതികളെ രക്ഷിക്കാൻ എന്തു രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അവർ ശ്രമിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ RSS-കാർക്ക് ബേജാറുണ്ട്. എന്തുകൊണ്ട്? RSS നേതാക്കന്മാരോട് ഈ കൊലപാതകം സംബന്ധിച്ച് നേരത്തെ സുബീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ നിലപാട് RSS സ്വീകരിക്കുന്നു. CBIയെ സംബന്ധിച്ച് പ്രയാസമുണ്ട്. CBIക്ക് എന്താ പ്രശ്നം? ഇവിടെ അനാവശ്യമായിട്ട് പ്രതികളല്ലാത്തവരെ കുറ്റവാളികളാക്കാനും തെളിവ് കെട്ടിച്ചമച്ചുണ്ടാക്കാനും വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് IPC സെക്ഷൻ 195 അനുസരിച്ച് കുറ്റകരമാണ്, ശിക്ഷിക്കപ്പെടുന്ന കേസാണ്.
മാത്രമല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് CBI വെറുതെയല്ല, തങ്ങൾ ഇത്രയും കാലം അനാവശ്യമായ നിലക്ക് ഇല്ലാത്ത കുറ്റവാളികളെ ഉണ്ടാക്കിയെടുക്കാനും തെളിവുകൾ കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനും വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് മാറുന്നതിന് CBIക്ക് പ്രയാസമുണ്ട്. RSSകാരെ സംബന്ധിച്ചാവട്ടെ അവർ തന്നെ പ്രതികളാകും എന്നുള്ളതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ ചേർന്ന് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സാധാരണയിൽ കാണപ്പെടാത്തൊരു നിലപാട്. വളരെയേറെ തെളിവുകൾ വന്നിട്ട് കുറ്റവാളികളെ ഞങ്ങൾ വിനിയോഗിക്കില്ല എന്ന് പറയുന്നൊരു നിലപാട് CBI സ്വീകരിക്കുന്നത്. അങ്ങ് മറന്നുപോയ ഒരു വസ്തുതയുണ്ട്. ഈ CBI അല്ലല്ലോ കാരായി രാജനോട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞത്. CBI എന്ന് പറയുന്ന ഏജൻസി കൊണ്ടുകൊടുത്ത തെളിവുകളും അങ്ങയുടെ പാർട്ടി നിയോഗിച്ച അഭിഭാഷകൻ പറഞ്ഞ വാദവും ഒക്കെ കേട്ട് എല്ലാം പരിശോധിച്ചിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയാണല്ലോ ഇദ്ദേഹം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത്. എന്തേ നിങ്ങളുടെ പാർട്ടി അങ്ങയുടെ പാർട്ടി അപ്പീൽ പോയില്ല? അങ്ങയുടെ പാർട്ടി അപ്പീൽ പോയില്ല? ഒരു ഹൈക്കോടതി ജഡ്ജി, ഒരു കോമ്പീറ്റന്റ് ഓഫീസർ, അദ്ദേഹം എല്ലാ തെളിവുകളും പരിശോധിച്ച് കണ്ടെത്തി കാരായി രാജൻ അതിൽ പങ്കുണ്ടെന്നുള്ള സംശയമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. BJPയോ CBI അല്ലോ മാറ്റി നിർത്തിയത്, ഒരു ഹൈക്കോടതി സർ മാറ്റി നിർത്തിയത്. നിങ്ങൾ എന്നിട്ട് ഒരു കളി കളിച്ചല്ലോ ജനപ്രതിനിധിയാക്കിയതിനു ശേഷം ആ ഒരു ലൂപ്പോളിലൂടെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ആ ചോദ്യത്തിന് മറുപടി, നിങ്ങൾ ഒരു ചോദ്യം ശ്രീ പ്രകാശ് മാസ്റ്റർ മറുപടി. ഞാൻ ചോദിക്കട്ടെ, കാരായി രാജനും ചന്ദ്രശേഖരനും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ചോദ്യം ചെയ്തപ്പോൾ ബ്രെയിൻ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള ഏത് പരിശോധനക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേ അന്വേഷിക്കാൻ വേണ്ടി വരുന്നില്ല? സുബീഷിന്റെ ശബ്ദപരിശോധനക്ക് CBI സന്നദ്ധല്ലോ. നിങ്ങൾ കോടതിയെ കൊണ്ട് ജയിക്കൂ. അതാ പറഞ്ഞത്. CBI തയ്യാറാകട്ടെ, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾ കോടതി എന്ന് പറയുന്നത് അല്ലല്ല. ഞാൻ ഇത് മറുപടി പറയാം. അങ്ങയുടെ മനസ്സിലുള്ളത് ഓരോ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് ഡയറക്ഷൻ കൊടുക്കുന്ന കാര്യമാണ് അങ്ങയുടെ മനസ്സിലുള്ളത്. അങ്ങ് ദയവായി മനസ്സിലാക്കേണ്ടത് CBI ഡയറക്ടറെ ഓരോ ദിവസവും BJP ഓഫീസിൽ വിളിച്ച് ഞങ്ങൾ ഡയറക്ഷൻ കൊടുക്കാറില്ല. CBI കൂട്ടിലിട്ട തത്തയാണ് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, സുപ്രീം കോടതിയാണ്. CBI ചെയ്യുന്നതിൽ അങ്ങയുടെ പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഈ പവിത്രൻ കേസിൽ, കാരണം പവിത്രൻ കേസ് ചിറ്റാർപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പവിത്രനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റസമ്മത മൊഴി അതുകൂടി ശ്രീ സുബീഷിന്റെ അടക്കം ആ കേസുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അതിനുശേഷം കോടതി ഒരു തുടരന്വേഷണത്തിന് അനുമതി നൽകുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ ഇവിടെ ഇത്തരം തെളിവുകളൊക്കെ കുറ്റസമ്മത മൊഴികൾ ഒരുപക്ഷെ അവഗണിക്കാത്ത ഘട്ടങ്ങളൊക്കെയുണ്ട് നിയമതലത്തിൽ നോക്കുമ്പോൾ. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് CBIയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ്. നമ്മളൊപ്പം ഇരിക്കുന്ന അല്ലെങ്കിൽ നിയമവിദഗ്ധരൊക്കെ ഇക്കാര്യത്തിൽ ഒരഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ഇതിലെന്തായാലും നമുക്ക് മെറിറ്റിലേക്ക് എത്തുമ്പോൾ ഒരു കുറ്റവാളി പോലും ഒരു പക്ഷേ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യം അതിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്ന തലത്തിലേക്ക് എത്തുകയില്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? ഇക്കാര്യത്തിൽ നിയമപരമായ സാഹചര്യങ്ങൾ ഇനി വിശാലാർത്ഥത്തിൽ കിടക്കുന്നത് എന്താണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ? സാധ്യതകൾ അല്ല, ഈ കേസിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും വളരെ വലുതാണ്. ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നൊരു കേസുമല്ല. CBIയെ സംബന്ധിച്ച് ചില അവരുടെ ഒരു പ്രസ്റ്റീജിൻ്റെയോ വാശിയുടെയോ ഒക്കെ പ്രശ്നമായത് മാറിയിട്ടുണ്ട്. കാരണം കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും മുൻനിർത്തി വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ ക്യാമ്പയിനും ഇതിനകം നടന്നു കഴിഞ്ഞു. തങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും വളരെ വലുതാണ്. അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിരുന്നു, അവർക്ക് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. അവർക്ക് അവരുടെ സ്വന്തം ജില്ലയിൽ പ്രവേശിക്കാൻ ഇനിയും അനുവാദം കിട്ടിയിട്ടില്ല. പലതരം പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ഒരു കേസിൽ വീണ്ടും ഒരു അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും CBI അതിനോട് വിമുഖത കാണിക്കും. അത് സ്വാഭാവികമാണ്. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ 173(8) അനുസരിച്ച് വിവേചനാധികാരമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്. ആ വിവേചനാധികാരം അന്വേഷണ ഏജൻസിയായ CBI പ്രയോഗിക്കുന്നതിനുള്ള സാധ്യത വളരെ വിരളമാണ്. അത് വിരളമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്വവുമുണ്ട്. അപ്പോൾ അടുത്തൊരു ഘട്ടം വരുന്നുണ്ട്. അടുത്ത ഘട്ടം കോടതിയാണ്. രാജേഷ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്നുള്ള കാര്യം. കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് നമ്മൾ ഈ 15-ാം തീയതിയാണല്ലോ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. രാജേഷ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ അനുകൂലമായ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഉടൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം, എനിക്കറിയില്ല. കോടതി വിധി എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
പക്ഷേ അതിനപ്പുറത്ത് ഹൈക്കോടതിയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ജുഡീഷ്യൽ റെമഡി, ജുഡീഷ്യൽ റിലീഫിനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. ആ സാധ്യതകൾ തീർച്ചയായും പ്രയോഗിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം, ഇത്രയും ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസിൽ CBI അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതികൾ, അവരല്ല പ്രതികൾ എന്ന ഒരു കുറ്റസമ്മത മൊഴി, അത് നമ്മൾ എവിഡൻസ് ആക്ട് അനുസരിച്ച് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല. അങ്ങനെ ഒരു മൊഴി, ഒരു തെളിവ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഒരു അന്വേഷണം, ഒരു പുനഃപരിശോധന നടത്തുന്നതിന് CBI എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു എന്ന ചോദ്യമാണ് ഈ ചർച്ചയിൽ നമ്മൾ ഉന്നയിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇതിലെ പന്ത് എന്ന് പറയുമ്പോൾ ഇത് ഈ അവ്യക്തത ഉണ്ടെങ്കിൽ നീക്കേണ്ട ബാധ്യത CBIയുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ? അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? താങ്കൾ കാണുന്ന സാധ്യതകൾ എന്താണ് ശ്രീ ജോർജ് ജോസഫ്? ഇതിനകത്ത് നമ്മൾ ഒരു കേസ് പോലീസ് അന്വേഷിക്കുന്ന നോർമലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിനുശേഷം ആ അന്വേഷണം പൂർത്തിയാക്കി കോടതി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും വിധത്തിലൊരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പുതിയ എവിഡൻസ് ഉണ്ടെങ്കിൽ 171(8) അനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത്. അതിനകത്ത് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് പേഴ്സണോ യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ ഈ കേസിൻ്റെ സാഹചര്യത്തിൽ ഇത് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇതൊരു ട്രൂ ആയ ഒരു കൺഫെഷനാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ CBIക്ക് രജിസ്റ്റേർഡായിട്ട് ഈ വിവരങ്ങൾ അറിയിച്ച് ഒരു 2 ആഴ്ചത്തെ ടൈമിനകം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇവർ നേരെ ഹൈക്കോടതി പോകണമെന്നാണ് ഞാൻ പറയണത്. ഹൈക്കോടതി റീഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതിക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ റീഇൻവെസ്റ്റിഗേഷനകത്ത് ഹൈക്കോടതി കണ്ടെത്തണം കാതലായ ഒരു തെറ്റ് ഈ അന്വേഷണത്തിൽ ഉണ്ടെന്ന് ഹൈക്കോടതി ഒബ്സർവ് ചെയ്താൽ ഈ കേസിൻ്റെ പുനരന്വേഷണം നടക്കും. റീഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിക്ക് മാത്രമേ അവകാശമുള്ളൂ. അതിനകത്തും എന്തെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് വന്നില്ലെങ്കിൽ ഈ കുറ്റസമ്മത മൊഴിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസ് എല്ലാം ഡിഫൻസ് എവിഡൻസ് ആയിട്ട് ഈ ട്രയൽ കോടതി തന്നെ കൊടുക്കാൻ സാധിക്കും. അത് ട്രയൽ കോടതി പരിശോധിക്കും. ഇതാണ് ഇതിനകത്ത് ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഞാൻ നോക്കിയിട്ട് ചെയ്യാനായിട്ട് നിയമപരമായിട്ട് ഇതിന് മാത്രമേ പറ്റുള്ളൂ. കോടതിയിൽ നമ്മൾ കൊടുത്തെന്നോ അല്ലെങ്കിൽ ഈ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കോടതി എവിഡൻസ് മാത്രമേ നോക്കുകയുള്ളൂ. ഈ പ്രതികൾക്കെതിരായിട്ടുള്ള എവിഡൻസ് എന്താണ്, അത് പ്രൂവ്ഡ് ആണെന്നെങ്കിൽ കോടതി കൺവിറ്റ് ചെയ്യും. ഈ നമ്മൾ കൊടുക്കുന്ന എവിഡൻസ് വളരെ വീക്കായിട്ടുള്ളൊരു എവിഡൻസാണ്. സുപ്രീം കോടതി പല കേസിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പറയുന്ന മൊഴിക്ക് സെക്ഷൻ എവിഡൻസ് ആക്ട് 25-26 അനുസരിച്ച് യാതൊരു വിലയില്ല. കസ്റ്റഡിയിലുള്ള ഒരു പ്രതി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പറയുന്ന മൊഴിക്ക് വിലയില്ല. വെളിയിൽ പറയുന്ന ഒരാളിനകത്ത് വിലയുണ്ട്, പക്ഷെ വളരെ വീക്കായിട്ടൊരു എവിഡൻസ് ആയിട്ട് കോടതി അത് സ്വീകരിക്കുകയുള്ളൂ. കോടതി എപ്പോഴും നോക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ സോണോഗ്രാഫി ടെസ്റ്റ് അടക്കം അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു അല്ല ഹൈക്കോർട്ടിൽ ഇപ്പം അത് പരിഗണിക്കത്തില്ല. ഇവർ റീഇൻവെസ്റ്റിഗേഷനിലോ ചോദിച്ചിരിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റീഇൻവെസ്റ്റിഗേഷൻ രണ്ടും രണ്ടാണ്. തുടരന്വേഷണം അത് റീഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് കോടതി ചെയ്യുന്നത്. റീഇൻവെസ്റ്റിഗേഷൻ ആണ് പുനരന്വേഷണമാണ് ഹൈക്കോടതി. പുനരന്വേഷണം ഇപ്പോൾ CPM ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് കോടതിക്ക് CBIയുടെ ഹൈക്കോടതിയിലെ CBIക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ടി മാത്രമേ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആവശ്യമുള്ളൂ. തീർച്ചയായും ശ്രീ രാജേഷ്, ഒരു കാര്യം, അതായത് ഇക്കാര്യത്തിൽ അസ്വാഭാവികത വരുന്നതിന്റെ ചോദ്യങ്ങൾ, അതായത് നമ്മളൊരു ഫാക്റ്റിലേക്ക് എന്ന സംഭവത്തിലേക്ക് വരികയാണ്. കാരണം ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്ന് 2 വർഷം മുൻപാണ് സുബീഷ് 5 നേതാക്കളോട് നടത്തിയ ടെലിഫോൺ സംഭാഷണം. അല്ലെങ്കിൽ അത് ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ നിയമതലത്തിൽ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ കണ്ടിക്കുക. അതായത് 2, ഷിനോജ് ജയിലിൽ വെളിപ്പെടുത്തിയതും പുറത്ത് ഫോണിൽ പറഞ്ഞതും. ഈ ഷിനോജ് എന്ന് പറഞ്ഞാൽ പങ്കാളി താങ്കൾക്ക് അറിയാമല്ലോ. 3 പ്രബീഷിന്റെ അച്ഛനും അമ്മയും മാപ്പിനായി പലരെയും സമീപിച്ചതെന്ത്, അതിന്റെ എവിഡൻസ് ഉണ്ട്, അവർ അവകാശപ്പെടുന്നു. 4 CPM അവകാശപ്പെടുന്നു. തിരുവനന്തപുരത്ത് ഷിനോജും വിഷ്ണുവും കാര്യാലയത്തിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ കോടതിയിൽ സമ്മതിച്ചതുമാണ്, ആറ്റിങ്ങൽ കോടതിയിൽ ഇക്കാര്യങ്ങൾ. പിന്നെ ഈ കൊല നടക്കുന്നതിന് മുമ്പ് അതായത് ഈ ആറ്റിങ്ങൽ കാര്യാലയത്തിൽ വെച്ച് ആറ്റിങ്ങലിലെ കാര്യാലയത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കോടതിയിൽ സമ്മതിച്ചു. കോടതിയിൽ സമ്മതിച്ചു. ഈ കാര്യങ്ങൾ കോടതിയിൽ ഈ ആറ്റിങ്ങൽ, അതായത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഷിനോജും വിഷ്ണുവും കാര്യാലയത്തിൽ വെച്ച് സംസാരിച്ചല്ലോ. ഈ സംഭവ വികാസങ്ങൾ വിഷ്ണുവും കോടതിയിൽ ആര് സമ്മതിച്ചു? ഇക്കാര്യങ്ങളൊക്കെ തന്നെ സുബീഷ് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് കോടതിയിൽ. സുബീഷ് പോലീസിന് മുൻപാകെ ഞാൻ പറഞ്ഞുതരാം ശ്രീ രാജേഷ്. കാരണം
അക്കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഏത് കോടതിയിൽ? ശ്രീ രാജേഷ് അല്ലല്ല ഞാൻ പറയാം ഇക്കാര്യങ്ങൾ പ്രകാശ് മാസ്റ്റർ ആണല്ലോ ആരോപിക്കുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ ആരോപിക്കുകയാണല്ലോ ഇവിടെ കാര്യാലയത്തിൽ വെച്ച് ശ്രീ വിഷ്ണുവും ഷിനോജും തമ്മിൽ ആറ്റിങ്ങലിൽ വെച്ച് നടന്നു. അല്ല, കോടതിയിൽ ഇക്കാര്യങ്ങൾ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് അല്ല ഞാൻ പറയാം ശ്രീ പ്രകാശ് ശ്രീ പ്രകാശൻ വസ്തുപരമായ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ഇക്കാര്യങ്ങൾ ആരാണ് പറഞ്ഞത്? കോടതിയിൽ ഒരു കാര്യം സമ്മതിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്കെതിരായിട്ട് ശ്രീ രാജേഷ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് CPM-കാർ മുന്നോട്ട് വെച്ച വസ്തുത കാര്യങ്ങളാണ്. അത് കണ്ടിക്കാനുള്ള ബാധ നിങ്ങൾക്കൊണ്ട് ഞാൻ പറഞ്ഞത്. ഇത്രയും ഞാൻ നിരത്തിയത് ശ്രീ രാജേഷ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിരത്തിയതല്ല. ഇന്ന് P. ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീ പ്രകാശ് മാസ്റ്റർ രാജേഷ് രാജേഷ് നിക്ക് ദയവാ നിക്ക് അല്ലല്ല അതിലൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ശ്രീ പ്രകാശ് മാസ്റ്റർ പറയട്ടെ. ശ്രീ പ്രകാശ് മാസ്റ്റർ അതെ, ഇതില് സുബീഷിന്റെ കുറ്റസമ്മത മൊഴിക്ക് ശേഷം ഈ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഷിനോജ് അദ്ദേഹം ഒളിവിൽ പോയി. അദ്ദേഹം ഒളിവിൽ പോയത് ആറ്റിങ്ങലെ RSSന്റെ കാര്യാലയത്തിലാണ്. അന്ന് RSSന്റെ ഈ കാര്യാലയത്തിലെ കാര്യവാഹ് എന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറയുന്ന RSSകാരനാണ്. വിഷ്ണു പിന്നീട് RSSകാരുമായി തെറ്റി പുറത്തു വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞു ഷിനോജ് എന്നോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സുബീഷ് പക്ഷേ എനിക്ക് ഏത് കോടതി എന്നുള്ളത് എനിക്ക് രാജേഷ് ഒരു കോടതിയുടെ സാങ്കേതിക പ്രശ്നത്തിലല്ല എന്നോട് ചോദ്യം ചെയ്യേണ്ടത്. ശ്രീ രാജേഷ് CPM-മാർ പറയുന്ന രാജേഷ് സമയം നീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഇതാണ് രാജേഷ് ഇതാണ് സഹിഷ്ണുത. ശ്രീ രാജേഷ് ഇതാണ് സഹിഷ്ണുത. അല്ലല്ല ഇതില് ഒരു കോടതി അക്കാര്യം ഞാൻ ശ്രീ പ്രകാശ് മാസ്റ്റർ വ്യക്തമാക്കി പറയാം. RSSമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഘത്തിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഏതോ ഒരു കാലത്ത് സംഘത്തിന്റെ ശാഖയുടെ അടുത്തോടെ പോയിട്ടുണ്ട്. പുറത്താക്കിയിട്ട് ഒരാൾ ഏതോ ഒരു സാഹചര്യം CPM ഉണ്ടാക്കി കൊടുത്ത സാഹചര്യത്തിനനുസരിച്ച് ഒരു കോടതിയിൽ പോയി അങ്ങനെ പറയരുത്. ആറ്റിങ്ങലുള്ള നിങ്ങളുടെ RSSന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു നേതാവും വിഷ്ണു ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവിനെ CPM എങ്ങനെ തീരുമാനിക്കാൻ? വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം RSSന്റെ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലല്ലോ. വിഷ്ണു RSSന്റെ ആറ്റിങ്ങൽ കാര്യവാഹായി ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ആറ്റിങ്ങൽ കാര്യവാഹായിരുന്നില്ല എന്ന് പറയോ? കൊടുക്കുന്ന മൊഴിക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉരുണ്ടു മാറരുത്. ഞാൻ ചോദിക്കുന്നത് വിഷ്ണു ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊന്ന് മറുപടി നിങ്ങളുടെ അടിയാളന്മാരായിട്ടുള്ള RSSകാര് അസത്യത്തെ ആശ്രയിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. ഞാൻ ചോദിക്കുന്നത് RSSന്റെ ആറ്റിങ്ങൽ കാര്യവാഹായിരുന്നില്ലേ? ഒരു കാര്യവാഹമായിരുന്നില്ല. എനിക്കറിയാം. ഞാൻ കാര്യവാഹായിട്ട് ആറ്റിങ്ങൽ ഉണ്ടായിട്ടുള്ള ആളായിരുന്നില്ലേ? താലൂക്ക് കാര്യവാഹല്ലേ ഈ പറയുന്ന വ്യക്തിയാണ് ഞാൻ. ആ വിഷ്ണുവല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നോട് ഞങ്ങളുടെ നേതാക്കന്മാരെ CPM തീരുമാനിക്കരുത് സാർ. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ആറ്റിങ്ങൽ താലൂക്ക് കാര്യവാഹായിരുന്നില്ലേ വിഷ്ണു? ഞങ്ങളുടെ പ്രവർത്തകനേ ഇല്ല. ജനം കേൾക്കുന്ന ഒരു ചർച്ചയാണ്. രാജേഷ് ഒരു പക്ഷേ വിട്ടുപോയതാണോ അല്ല ഉരുണ്ടു മാറുകയാണോ? ഞാൻ ചോദിച്ചത് വളരെ കൃത്യമാണ്. അല്ല, വിഷ്ണു എന്നത് RSSകാരനെ അല്ല. വിഷ്ണു എന്നത് RSSകാരനെ അല്ല. വിഷ്ണു നിങ്ങളുടെ നേതാവായിരുന്നില്ല എന്ന് പറയോ? വിചാരിച്ചാലും ഉരുണ്ടു മാറാനും ഓടി ഒളിക്കാതെ ഒന്നും പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അയാൾക്ക് ചെയ്തതെന്നല്ല എന്റെ ചോദ്യം രാജേഷ് വളരെ ക്ലിയർ ആണ്. ഞങ്ങളുടെ സംഘടനയിൽ നിന്നും എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. നടപടിയെടുക്കുന്നവരെയൊക്കെ സ്വീകരിച്ച് നടപടിയെടുക്കുന്നവരെയൊക്കെ വെള്ളിത്തലി ചോദിച്ച് എന്തിനു പുറത്താക്കി ഞാൻ ചോദിച്ചില്ല. ആ കാര്യവാഹിനോട് ഷിനോജ് പറഞ്ഞ കാര്യങ്ങളാണ് വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹം മൊഴിയായി കൊടുത്തത്. അതൊക്കെ CBIയുടെ മുമ്പിൽ കൊടുക്കില്ല, കോടതി കൊടുക്കും. അതെങ്ങനെ നിഷേധിക്കാൻ സാധിക്കുന്നേ? കോടതിക്കകത്തുള്ള കാര്യമാണ്.
അതൊക്കെ ഹൈക്കോടതിയിൽ കോടതിയിലുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി അന്വേഷിച്ചുകൂടാ? ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഒരു CMB അതാ പറഞ്ഞത് വഞ്ചിയൂർ കോടതിയിൽ അതുണ്ട്. കോടതിയിൽ ഇപ്പോ അന്വേഷണം കോടതിയിൽ കൊടുക്കുന്ന കാര്യം ഇനി വരുന്നതാണ്. ഇവിടെ ഇപ്പോ സൂചിപ്പിച്ച പോലെ കോടതിയിൽ കൊടുക്കാൻ ഇനി അവസരമുണ്ട്. പക്ഷെ ഇപ്പോഴും പന്ത് CBIയുടെ കോർട്ടിലാണ്. ഹൈക്കോടതിയിൽ കൊടുക്കൂ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ താങ്കളിലേക്ക്, അതായത് ഇങ്ങനെ തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒരു കേന്ദ്രീകരിച്ചുള്ള സാധ്യതകൾ എന്താണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ? താങ്കൾ ആവർത്തിച്ചാണെങ്കിൽ കൂടി ചർച്ചകളിലൂടെ ഇരുപക്ഷവും ഉയർത്തുമ്പോഴും അത് പക്ഷം ചേരലല്ല, ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടലുകൾ, അതിന് സാധ്യമായ തലത്തിലേക്ക് ശ്രീ ജോർജ് ജോസഫ് നേരത്തെ സംസാരിച്ചതുപോലെ ഈ വരുന്ന മൊഴികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അതോ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കാരായി രാജനും ചന്ദ്രശേഖരനും ഒക്കെ നടത്തുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന തോന്നലുണ്ടോ താങ്കൾക്ക്? അല്ല, ഈ കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അനുഭവിക്കുന്ന നീതി നിഷേധത്തെ മുൻനിർത്തി അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ കേസിൽ അത്രയും താല്പര്യം എനിക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കെല്ലാവർക്കും, രാജേഷ് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു പൊതു താല്പര്യമുണ്ടല്ലോ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊലയാളി ശിക്ഷിക്കപ്പെടണം. ശിക്ഷിക്കപ്പെടുന്നയാൾക്ക് കൊലയാളി തന്നെ ആയിരിക്കണം. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. CBI അന്വേഷണം നടത്തി CBI ഒരു കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നു, കുറേ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു, കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. പക്ഷേ പുതിയ ചില തെളിവുകൾ വരുമ്പോൾ ആ തെളിവുകളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിന് CRPC പ്രകാരം അധികാരമുള്ള ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഏജൻസി അതെന്തുകൊണ്ട് പൂർണ്ണമായും നിരാകരിക്കുന്നു എന്ന ചോദ്യമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഉയർത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ CBIയുടെ ഒരു കഥയുണ്ട്. ആ കഥയുടെ തന്തു ഒരു ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. ആ കഥയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ വിശ്വാസ്യത നഷ്ടപ്പെടാൻ സംഭവിക്കുന്നത് പ്രതികൾ കോടതിയിൽ നിന്ന് രക്ഷപ്പെടും. ഈ കേസ് അങ്ങനെ അവസാനിക്കും. ഈ കേസ് അങ്ങനെയാണോ അവസാനിക്കേണ്ടത്, അതോ യഥാർത്ഥ പ്രതികളെ വിചാരണ ചെയ്യുന്നതിന് കോടതിയിൽ എത്തിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യമാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, അതങ്ങനെ ഒരു കോംപ്ലക്സിന്റെ ആവശ്യത്തോടു കൂടി അല്ലെങ്കിൽ കോംപ്ലക്സ് CBI നിലനിർത്തി കഴിഞ്ഞാൽ അവിടെ അസ്തമിക്കുന്നത് ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കാതലായ ആ സംശുദ്ധ നിരീക്ഷണങ്ങളും ശ്രേഷ്ഠമായ വചനങ്ങളുമായിരിക്കില്ലേ? ഇവിടെ എന്തായാലും താങ്കൾ സൂചിപ്പിച്ച ഒരു സാങ്കേതികത്വത്തിൽ ഊന്നി ഇങ്ങനെ ഒരു നീതി അടയുകയാണെങ്കിൽ അതിന് മറുപടി എന്തായിരിക്കും ശ്രീ ജോർജ് ജോസഫ്? ഈ കേസിനകത്ത് ചില ലാപ്സസ് ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ഈ കേസ് വളരെ സ്ട്രോങ് ആണ്. പ്രതിക്ക് ഇപ്പോഴുള്ള കോടതിന് മുമ്പിലുള്ള പ്രതികൾക്ക് എതിരായിട്ടുള്ള എവിഡൻസസും സ്ട്രോങ് ആണെങ്കിൽ ഈ ലാപ്സസൊക്കെ ഈ ഒരു കൺഫെഷനൊന്നും കോടതി പരിഗണിക്കാൻ പോകുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായ ഇതിൻ്റെ എവിഡൻസുകൾ ഈ കൺഫെഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ആറ്റിങ്ങലെ കാര്യാലയത്തിൽ ഇങ്ങനെയുള്ള കുറേ അധികം എവിഡൻസസ് എല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാക്കി അതിനൊരു പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ ഈ കേസ് റീഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി തന്നെ പോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേ ഇതിന് മാർഗമുള്ളൂ. ശ്രീ രാജേഷ്, ഈ ഒരു വിഷയം ഒരു രാഷ്ട്രീയമായ ഒരു പക്ഷേ CPM ഏറ്റെടുക്കുന്നതായാലും മുന്നോട്ട് പോകുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്രതിരോധം കൂടി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തലത്തിൽ തോന്നുന്നുണ്ടോ? കാരണം ഇത്രയും കാര്യങ്ങൾ പൊതു മധ്യത്തിലേക്ക് അവിടെ നീതിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ നിയമതലത്തിലുള്ള കാര്യങ്ങൾ സാങ്കേതികത്വമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണതകളൊക്കെയാണ് ശ്രീ സെബാസ്റ്റ്യൻ പോളും ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫും ചൂണ്ടിക്കാട്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതീക്ഷയെ ഞാൻ ഞങ്ങളുടെ നിലപാട് പറയാം. ഒന്ന്, ഈ ഫസൽ വധക്കേസ് എന്നുള്ള സംഭവത്തിൽ ഞങ്ങളൊരു കക്ഷിയേ അല്ല, ഞങ്ങൾ വാദിയല്ല, ഞങ്ങൾ പ്രതിയല്ല, ഞങ്ങളൊരു സാധാരണ പൗരൻ, ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഇത് വാച്ച് ചെയ്യുന്നതിലപ്പുറം ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല. അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഒരു ഹെഡേക്ക് എടുത്തു വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. CPM പ്രത്യേകിച്ചും കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പോലുള്ള പൊതുപ്രവർത്തകർ അവർ കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ആരും തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമായി ആശയപരമായി നമുക്ക് അന്തസ്സായിട്ട് യുദ്ധം ചെയ്യാം, പക്ഷേ അല്ലാതെ അവർ ആരെയും ഞങ്ങൾ പ്രതിസ്ഥാനത്ത് പെടുത്തിയിട്ടില്ല. അങ്ങനെ പെടുത്തുന്ന സംഘടനയല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഇവിടെ ഇനി CPMൻ്റെ കാര്യം, CPIMൻ്റെ കാര്യം, അവരാഗ്രഹിക്കുന്ന ഈ ഒരു ക്ലൗട്ട് തന്നെയാണ്. ഇടപെടരുത്. ഞാൻ പറയാം, ശ്രീ കാരായിമാർ ഉൾപ്പെടെ ഉള്ളവർ CPMന് വേണ്ടി ഒരുപാട് കാലം അധ്വാനിച്ചവരാണല്ലോ, ഒരുപാട് വിയർപ്പൊഴിക്കുകയാണല്ലോ. അവരാണല്ലോ അടിത്തറയിൽ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നത്. അവരെപ്പോലുള്ള ആൾക്കാർ
അവരുടെ പാർട്ടി തന്നെ ഭരിക്കുമ്പോഴേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസിൽ 4-5 വർഷം ജില്ലയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് അവർക്ക് മാനസിക പ്രയാസമുണ്ട്, പാർട്ടിക്ക് സമ്മർദ്ദമുണ്ട്, പ്രവർത്തകരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം, കണ്ണൂരിൽ ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഉൾപ്പെടെ അവരൊക്കെ കേൾക്കുകയാണെന്നല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് വേണ്ടി വളരെ വലിയ ധീരമായ ഒരു പോരാട്ടം നടത്തുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കേണ്ടത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഏറ്റവും മികച്ച, ഞാൻ പേര് പറയുന്നില്ല, ഏറ്റവും കനത്ത ഫീസ് കൊടുത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ തന്നെ കൊണ്ടുവന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കേസിന് വേണ്ടി വാദിക്കുന്നതുൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി ഏതു തരത്തിലും കാരായിമാരെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്ന് കണ്ണൂരിലെ കേഡറുകൾക്ക് ഉള്ളിൽ ഒരു ചിത്രം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, പക്ഷേ കോടതിയിൽ നിങ്ങൾ പരാജയപ്പെട്ടും നിരപരാധികളാണെങ്കിൽ അവർ വിട്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ശ്രീ VV രാജേഷിന്റെ വിധിയെഴുത്ത്, ആ പ്രസ്താവന ഞാൻ അറിയിക്കോട്ടെ, ഒന്ന് ഫ്രെയിമിൽ നിന്ന് മാറ്റത്തില്ല. BJPക്ക് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നത് തന്നെ ശരിയായ കാര്യമല്ലല്ലോ. യഥാർത്ഥ പ്രതികളായ BJPക്കാരും RSSകാരും ഇപ്പോൾ പുറത്തു നിൽക്കുന്നു. അത് അവരെ പ്രതികളാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് CBI അടക്കം അവർ ഉപയോഗിക്കുന്നു. ഇതാ പ്രശ്നം. യഥാർത്ഥ പ്രതികൾ RSSകാരാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വസ്തുതകളെ മറച്ചുവെക്കാനും അതിൻ്റെ മേലെ അന്വേഷണം നടത്താതിരിക്കാനുമുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിനകത്തുള്ള കാര്യം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. എന്നാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടുകൂടാ. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലയിലും ബന്ധമില്ലാത്ത ആളുകൾ പിന്നിട്ട് പോയ 4.5 വർഷക്കാലമായിട്ട് പൗരാവകാശങ്ങൾ പോലും ഇല്ലാത്തൊരു നിലക്ക് നിൽക്കുകയാണ്. അവരെ രക്ഷിക്കുന്നതിന് ന്യായമായ നിലക്ക് കുറ്റവാളികളെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കണമെന്ന് അന്വേഷണ ഏജൻസിയോടാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് അന്വേഷണ ഏജൻസി സന്നദ്ധമാകണം. അവിടെയാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്തി. എന്ന് മാത്രമല്ല, ഒരേ കുറ്റസമ്മത മൊഴിയുടെ മേലെ നിങ്ങൾ കാണാൻ വേണ്ടി ചിറ്റാരിപ്പറമ്പിലെ പവിത്രം വധക്കേസ്, ആ പവിത്രം വധക്കേസ് അന്വേഷിക്കണം, അതിൻ്റെ മേലെ തുടരന്വേഷണം വേണമെന്ന് ബന്ധപ്പെട്ട കോടതിയോട് കേരള പോലീസ് ആവശ്യപ്പെടുന്നു. കോടതി നിഷേധിക്കുന്നില്ല, അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ അന്വേഷണത്തിൻ്റെ മേലെ ഈ പുതിയ ആളുകൾ ആ കേസിനകത്ത് പ്രതിയായി വന്നിരിക്കുന്നു. ഒരേ കുറ്റസമ്മത മൊഴിയാണ്. എന്തുകൊണ്ട് ഒരേ കുറ്റസമ്മത മൊഴിയിൽ സംസ്ഥാന പോലീസ് കൈകാര്യം ചെയ്യുന്ന ഒരു കേസ് അന്വേഷിക്കാനും CBI കൈകാര്യം ചെയ്യുന്ന ഒരു കേസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് അടച്ചൊരു നിലപാടെടുക്കാനും CBI മുന്നോട്ടേക്ക് വരുന്നു? ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് പ്രത്യേക താല്പര്യം കൊണ്ടാണ്, കുറ്റവാളികളെ രക്ഷിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് BJPക്ക് ഇതിൽ യാതൊന്നുമില്ല എന്ന് പറയാൻ പറ്റാവുന്ന സാഹചര്യം ഒരുക്കാൻ നിർഭാഗ്യവശാൽ CBI കള്ളക്കളി കളിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സത്യസന്ധമായിട്ട് കുറ്റവാളികളെ കണ്ടെത്താനുള്ള അന്വേഷണം CBI നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അവസാനമായി, അതായത് CBIയുടെ സത്യസന്ധത, അതായത് ആ ഒരു പവിത്രത അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കേസായി ഇത് മാറുന്നുണ്ടോ? കാരണം അജ്മീർ ദർഗാ കേസിലും മക്ക മസ്ജിദ് കേസിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അവസാനം ഒരു പക്ഷേ ഇവിടെ ഒരു രേഖപ്പെടുത്തലിലേക്ക്, മറ്റൊരു വിധിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കൂടിയും പൊതുസമൂഹം അടക്കം ഇക്കാര്യത്തിലൊരു ചർച്ചയ്ക്ക് ഈ വിഷയം മുന്നോട്ട് വയ്ക്കുകയാണ്, പലതരത്തിലുള്ള ചർച്ചകൾക്ക്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേസിൻ്റെ ഒരു പ്രസക്തി അവസാനമായി തീർച്ചയായും ഈ കേസിന് വലുതായ പ്രസക്തിയുണ്ട്. ഇവിടെ CBIയുടെ വിശ്വാസ്യത പരീക്ഷിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നൊരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. കുറ്റം ചെയ്യാത്തവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിന് CBI കൂട്ടുനിൽക്കരുത്. പക്ഷേ CBI പല കാരണങ്ങളാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പ്രതികരിക്കുന്നില്ല. ഇനിയുള്ള പോംവഴി നമുക്ക് CRPC പ്രകാരം വിചാരണ കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ പോയിട്ട് കാര്യമില്ല. ഇവിടെ ശരിയായ രീതിയിൽ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആർട്ടിക്കിൾ 226 അനുച്ഛേദം 226 അനുസരിച്ചുള്ള റിട്ട് അധികാരം ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ച് ഉചിതമായ ഒരു ഉത്തരവ് ഈ വിഷയത്തിൽ സമ്പാദിക്കുന്നില്ലെങ്കിൽ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അപകടത്തിലാകും. ഈ കേസിൻ്റെ വിചാരണ അത് പാളിപ്പോകാൻ സാധ്യതയുണ്ട്. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും, ഒരുപക്ഷെ അത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ്, ശിക്ഷിക്കപ്പെടാൻ പാടില്ലാത്തവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അതിനെ തടയുന്നതിന് എത്രയും ഉചിതമായ സമയത്ത് നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ ആ നിരീക്ഷണം അവസാനമായി പങ്കുവച്ചതിന്. ഒപ്പം തന്നെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, ജോർജ് ജോസഫ്, VV രാജേഷ്, ഫസൽ വധക്കേസിലെ കാണാപ്പുറങ്ങൾ, ഒപ്പം തന്നെ പുതിയ സാഹചര്യത്തിൽ നിയമതലത്തിലേക്ക് ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഈ കേസ് വഴിവെക്കുന്നു.